ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഹൈമാവതി കൃഷി ബ്ലോഗ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇന്നത്തെ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കഞ്ഞിവെള്ളം, അതായത് ചാരം, വെണ്ണീരെന്ന് പറയും, നമ്മൾ വിറക് കത്തിച്ച ചാരം, ഇത് പിന്നെ മഞ്ഞൾപ്പൊടി, ഈ മഞ്ഞൾപ്പൊടി, പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ പച്ചവെള്ളം, ഈ മൂന്നും കൊണ്ട് ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നല്ല ജൈവ സ്ലറിയാണ്. ഇത് ഞാൻ കലക്കട്ടെ. വെണ്ണീര്, പിന്നെ കഞ്ഞിവെള്ളം, മഞ്ഞൾ, ഒരു 3 സ്പൂണ് മഞ്ഞൾ, 3 സ്പൂൺ മഞ്ഞൾ കൂടി ഒഴിച്ചിട്ട് ഇനി വെള്ളം, പച്ചവെള്ളം, ഇത് പച്ചവെള്ളമാണേ. പച്ചവെള്ളം പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി പോലെയാണ് നമ്മൾ പച്ചവെള്ളം ഒഴിക്കേണ്ടത്. പച്ചവെള്ളമാണെങ്കിൽ കൂടി ഒഴിച്ചോളൂ. നേർമയുള്ള പച്ചവെള്ളമാണെങ്കിൽ, കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മളിത് ഇത് കലക്കി ഒഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് റെഡിയായത്. എന്താ നല്ല പൂക്കാനും കായ്ക്കാനും, നല്ല ബണ്ടക്കും എല്ലാം നല്ലതാണ്. ഒഴിക്കുന്നുണ്ടേ. കേട്ടോ, ഇതിങ്ങനെ ഒഴിക്കുക. തക്കാളിക്കാൻ കുറേശ്ശെ ഒഴിക്കുക, കഞ്ഞിവെള്ളവും കൂടി. ഇത് നല്ലൊരു വളമാണ്. കഞ്ഞിവെള്ളം പൂക്കാൻ, ഇത് പൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നല്ലോണം പൂവുണ്ടാവാനും കായ് ഉണ്ടാവാനും നല്ല ഉഷാറാവാനും പിന്നെ വേണ്ടിയിട്ടാണ്. പൊട്ടാസ് ഉണ്ടാവും വെണ്ണീറ്റിൽ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ആക്കുന്നത്. ഇതിപ്പോൾ കലക്കി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലൊരു വളമാണ്. ഇപ്പം മഞ്ഞളും നല്ലതാണ്. ഇത് നല്ലൊരു വളമാണ്. നമ്മളിപ്പം ഇനിയിപ്പോൾ ഈ വളം കലക്കി ഒഴിച്ചു. ഇപ്പോൾ എല്ലാറ്റിനും ഒഴിക്കണം, കുറേശ്ശായിട്ട് അങ്ങനെ ഒഴിക്കും. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് വെണ്ടക്ക വിളവെടുക്കാനുണ്ട്. വെണ്ടക്ക, വഴുതിന, പക്ഷേ ചീരി കൂടി വിളവെടുക്കാനുണ്ട്. അതൊന്ന് ഞാൻ എടുത്തു നോക്കട്ടെ. വെണ്ടക്ക, ഇതാണ് വെണ്ടക്ക. ഇത് വെണ്ടക്ക വിളവെടുക്കട്ടെ. ഉണ്ടോ വെണ്ടക്ക വിളവെടുക്കുന്നുണ്ടോ? വെണ്ടക്ക ആദ്യമായിട്ടുള്ള വിളവെടുപ്പാണ്, ആദ്യത്തെ വിളവെടുപ്പാണിത്. പിന്നെ ഞാനിത് ആദ്യമായിട്ട് പരിക്കാൻ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ആദ്യത്തെ വിളവെടുപ്പാണ്. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇത് ലേറ്റേ ഉള്ളൂ. ആയാലില്ല നല്ലോണം ഉണ്ടാവും. ആദ്യത്തെ വിളവെടുപ്പാണ്. ഇത് വെണ്ടയ്ക്കാണ്. ഇതിപ്പം പിന്നെ ഇതുണ്ട്, വഴുതിനിയുണ്ട്. 2 വഴുതിനി പിടിക്കാനുണ്ട്. 2 വഴുതിന. ഇനി കുറച്ച് ചീരയുണ്ട് പൊട്ടിക്കാൻ. ഇത് ചീരയാണ്. കുറച്ച് ചീരി കൂടി ഉണ്ട്, അതും കൂടി എടുത്തേക്കാന്ന് ഇഷ്ടം. ചീര ഇഷ്ടംപോലെ പച്ചച്ചീര കുറേ ഉണ്ടാകുന്നുണ്ട്.
ദിവസവും കറി വെക്കാനെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. വളർന്നത് നോക്കിയിട്ടാണ് ഞാനിപ്പം പൊരിക്കുന്നത്. കണ്ടോ, കുറച്ച് ചീര പൊരിച്ചിട്ട് കറി വെക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടി കറി വെക്കാനായിട്ടുണ്ട്. ചീര വിളവെടുപ്പ് കൂടിയായത്. ഉണ്ടോ, ഇത് ഇന്നത്തെ ചീര വെണ്ടക്ക ഇതെല്ലാം കൂടി ഇന്ന് വെള്ളമിട്ട് ഇന്നത്തെ ഒരു കറി വെക്കാൻ ആയിട്ടുണ്ട്. ചീര വേണ്ട, ഇത് ഇന്നത്തെ വിളവെടുപ്പായിട്ട് ചീര വെണ്ടക്ക ഇതെല്ലാം കൂടി ഇന്നത്തെ വിളവെടുപ്പായി. അതിലെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് വെണ്ണീര്, മഞ്ഞൾപ്പൊടി, കുറച്ച് ചാരം, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടി കലർത്തിയിട്ട് ഇനി തക്കാളിക്കും വെണ്ടക്കും ഒഴിച്ച് കൊടുക്കുക. ഇതിന് ഇന്നത്തെ വീഡിയോ അത്. പിന്നെ ഇന്നത്തെ വിളവെടുപ്പ് കുറച്ച് ചീര, പച്ചച്ചീര, കുറച്ച് വെണ്ടക്ക, രണ്ട് വഴുതിനിങ്ങ അതുകൂടി ഇന്ന് വിളവെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഇത് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇന്ന് തീരെ നടുവേദന ഭയങ്കരമാണ്. അതുകൊണ്ട് ഇന്ന് ബെൽറ്റ് കെട്ടിയിട്ടാണ് ഇന്നലെ എനിക്ക് തീരെ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമസ്കാരം, നന്ദി, നമസ്കാരം.